ഒരുപക്ഷെ തുടക്കത്തിൽ നമുക്ക് ആ ലീഡ് കിട്ടിയിരുന്നെങ്കിൽ മത്സരഫലം തന്നെ മാറിയേനെ. പറഞ്ഞിട്ട് കാര്യമില്ല. ഗോൾ പിന്നെയും അടിക്കാമെന്ന് വെച്ചാലും ആള് വേണ്ട അടിക്കാന്. സന്ദീപ് ഒരു തരത്തിൽ പോലും ആവശ്യമില്ലാത്ത പണി ചെയ്താണ് നമ്മൾ ആളെണ്ണം കുറച്ചത്. ഫസ്റ്റ് ഹാഫിൽ 2 തവണയെ സന്ദീപിനെ കണ്ടിട്ടുള്ളൂ. രണ്ടും റഫറി കാർഡ് കൊടുക്കാനായിരുന്നു. എന്നാൽ ഒരു കാർഡ് കിട്ടിയ താരമാണെന്ന ബോധമെങ്കിലും വേണ്ടേ? വിക്രം പ്രതാപിനെ ജേഴ്സി പിടിച്ച് വലിച്ചിട്ടതിന് അടുത്ത് കിട്ടി. ഇനി സന്ദീപിനെ മറികടന്ന് വിക്രം പ്രതാപ് പോയാൽ തന്നെ ഒരു ഗോൾ ഏരിയയിലായിരുന്നില്ല ആ താരം ഉണ്ടായിരുന്നത്. നമ്മുടെ മറ്റ് ഡിഫൻഡേഴ്സ് കൃത്യമായ പൊസിഷനിലും ഉണ്ടായിരുന്നു. എന്നിട്ടും പിടിച്ചു വലിച്ചിട്ടു കാർഡ് വാങ്ങിപ്പോയി. അമേറണാവാടെ ഫിറ്റില്ലെന്ന് കരുതാം, പക്ഷേ സബ് ലിസ്റ്റിലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഐബനും നവോച്ചയും അടക്കമുള്ള താരങ്ങൾ ഉണ്ടായിട്ടും സന്ദീപിന് പിന്നെയും അവസരം കിട്ടുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഹർഷിത് റാണ അജിത് കാർക്കർ കോമ്പിനേഷനൊക്കെ ഓർമ്മ വരുന്നു. ആ ഒരൊറ്റ റെഡ് കാർഡ് മൊമെന്റിലൂടെ ബ്ലാസ്റ്റേഴ്സിന് പെട്ടി പാക്ക് ചെയ്യേണ്ടി വന്നു. ഡഗ്ഔട്ടിൽ കറ്റാല ബോട്ടിലെല്ലാം ദേഷ്യത്തോടെ എറിയുന്നത് കാണാമായിരുന്നു. ക്രൂഷ്യൽ മാച്ചിലെ അനാവശ്യ റെഡ് സെക്കൻഡ് ഹാഫ് ഫുൾ 10 പേരുമായി കളിക്കേണ്ടി വന്നു ബ്ലാസ്റ്റേഴ്സിന്. പിന്നെ കറ്റാലയ്ക്ക് ഡിഫൻസ് മൂടി പിടിക്കുകയല്ലാതെ തരമുണ്ടായിരുന്നില്ല. നോഹ, തിയാഗോ, കോറോ, ലൂണ എല്ലാവരെയും സബ് ചെയ്തു. അതോടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഹോൾഡ് ചെയ്ത് കളിക്കാനുള്ളൊരു താരങ്ങളില്ലാതെ പോയി. മുംബൈ ആണെങ്കിൽ കംപ്ലീറ്റ് അറ്റാക്കിംഗ് മോഡിലേക്ക് വരികയും ചെയ്തു. അതിനിടയ്ക്ക് ഒരു ഗോൾ കയറേണ്ടതായിരുന്നു. ഐമാൻ ചെസ്റ്റ് ട്രാപ്പ് ചെയ്ത് എടുത്ത് ഒരു ബാക്ക് പോസ്റ്റ് നൽകാനുള്ള ശ്രമം ഹുവാൻ്റെ ടൈംലി ക്ലിയറൻസിലാണ് രക്ഷപ്പെട്ടു പോകുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആശങ്കയും ആദ്യമൊക്കെ അധികം വൈകാതെ തന്നെ സംഭവിക്കുന്നുണ്ട്. മത്സരം തീരാൻ 3 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് ആ ഗോൾ വരുന്നത്. അതും ഒരു ഓൺ ഗോളാണ് എന്നതാണ് ഏറെ വിഷമം. ബോക്സിലേക്ക് വന്നൊരു പന്തിൽ ഫ്രെഡിക്കും സഹീഫിനും ഉണ്ടായ ഒരു മിസ്കമ്മ്യൂണിക്കേഷനാണ് ആ ഗോളിൽ കലാശിച്ചത്. കറ്റാല വെള്ളക്കുപ്പി ചവിട്ടി തെറിപ്പിക്കുന്നത് കാണാമായിരുന്നു. അതുപോലെ 2 അടി നമ്മുടെ താരങ്ങൾ പോസ്റ്റിലടിച്ചിരുന്നെങ്കിൽ ഗോളെങ്കിലാകുമായിരുന്നു. അതുവരെ മികച്ച സേവ് നടത്തിയിരുന്ന നോറ പാവം. ഈ സൂപ്പർ കപ്പിലെ ഏക പോസിറ്റീവും നോറയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ സീസണിലൊക്കെ വൻ മിസ്റ്റേക്ക് വന്നൊരു ഏരിയയായിരുന്നു ഗോൾ പോസ്റ്റിൽ. നോറ എന്തായാലും നല്ല പെർഫോമൻസ് ആണ് സൂപ്പർ കപ്പിൽ നടത്തിയത്. ഇനിയിപ്പോൾ അടുത്ത പാട്ട് മത്സരത്തിൽ കാണണമെന്ന് വെച്ചാൽ ഈ സീസണിൽ ISL നടക്കുമോ എന്ന് പോലും ഉറപ്പില്ല.